So, brothers and sisters, we have to be thankful for all things. സൗരന്മാരെ, നാം എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. That's one of the things that the Lord has taught me through the years. അതാണ് ഈ വർഷങ്ങളിൽ കർത്താവിനെ പഠിപ്പിച്ച ഒരു കാര്യം. In the early part of my Christian life, it was not like that. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കകാലത്ത് അങ്ങനെയല്ലായിരുന്നു. You know, we live in a world which is still under corruption. നമുക്കറിയാമല്ലോ, ഈ ലോകം ജീർണതയിലുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. And this corruption is because of the tremendous amount of lust for so many things in the world. അതിന്റെ കാരണം ഈ ലോകത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള മോഹത്തിന്റെ കാരണമായിട്ടാണ്. And because of that, we can have a lot of interference and problems in our life. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. From people and circumstances. ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും. And the Bible speaks in Hebrews chapter 4. ബൈബിൾ എബ്രായർ 4-ാം അധ്യായത്തിൽ നിന്നും സംസാരിക്കുന്നത്. I don't know how many of you have taken this verse seriously. നിങ്ങൾ എത്ര പേർ ഈ വാക്യം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. Hebrews 4 verse 1. എബ്രായർ 4:1. Let us fear. So whenever you read in the Bible, let us fear, we must learn to take that seriously, because it's a matter to be, otherwise we should be afraid otherwise if we don't do it. നാം ഇങ്ങനെ ഒരു വാക്ക് വായിക്കുമ്പോൾ ഭയപ്പെടുവിൻ എന്ന് പറയുമ്പോൾ അത് നാം ശ്രദ്ധിച്ച് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. Let us fear when God has given us a promise of entering into his rest, and we don't enter in, we come short of it. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. And verse 9, there remains a Sabbath rest for the people of God. 9-ാം വാക്യത്തിൽ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. And verse 10, the one who has entered into his rest has himself rested from his own works as God did from his. 10-ാം വാക്യത്തിൽ, ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീർന്നു. There are many things that we can learn from Genesis chapter 1. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ വളരെ കാര്യങ്ങളുണ്ട്. Do you know that the animals were created on the same day as man? നിങ്ങൾക്കറിയാമോ, മൃഗങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച അതേ ദിവസം തന്നെയാണെന്ന്? But the fish and the birds and all were created on another day. എന്നാൽ പക്ഷികളും മീനുകളെയും ഒക്കെ മറ്റൊരു ദിവസമാണ് സൃഷ്ടിച്ചത്. If you're not sure of that, turn to Genesis 1 and verse 20. ആ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി 1-ന്റെ 20-ാം വാക്യത്തിലേക്ക് തിരിയുക. The Lord said, let the waters get filled with living creatures, that is the fish, and let the birds fly above the earth. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്നും ദൈവം കൽപ്പിച്ചു. All types of sea monsters and fish were created in the sea, verse 21, and every type of bird. 21-ാം, ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കൾ സർവ്വജാതിയെയും സൃഷ്ടിച്ചു. But God didn't create the animals. എന്നാൽ ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചില്ല. Then the fifth day was finished, verse 23. അതിനുശേഷം 5-ാം ദിവസമായി 23-ാം വാക്യം. And the next day, verse 24, God said, now let the earth bring forth living creatures and creeping things on the earth. 24-ാം വാക്യത്തിൽ, അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. There's no similarity between our human body and the bodies of fishes and birds.
നമ്മുടെ മാനുഷിക ശരീരവും പറവകളുടെയും പക്ഷികളുടെയും മീനുകളുടെയും ഒക്കെ ശരീരവും തമ്മിൽ സാമ്യമില്ല. But when it comes to animals, there's a lot of similarity between the human body and the bodies of dogs and monkeys. എന്നാൽ മൃഗങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ പട്ടികളും കഴുതകളും ഒക്കെ തമ്മിൽ മനുഷ്യരുടെ ശരീരം തമ്മിൽ സാമ്യമുണ്ട്. Animals have got 2 eyes, 2 ears, tongue, teeth, just like us. നമ്മെ പോലെ തന്നെ അവർക്ക് കണ്ണുകളും നാവും പല്ലുകളും ഒക്കെ ഉണ്ട്. They've got legs, കാലുകളും. So animals are very similar to man. മൃഗങ്ങൾ മനുഷ്യരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. And in the second part of the 6th day, God made man. ഈ ആറാമത്തെ ദിവസത്തിന്റെ രണ്ടാം ഭാഗത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. And we read that on the 6th day, when he made man looked just like the animals and with hands and legs and tongue and teeth. ആറാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും മൃഗങ്ങളെ പോലെ തന്നെ കാലുകളും പല്ലും അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു. But then God, chapter 2 verse 7, breathed into man the breath of life, and man became a living soul. അതിനുശേഷം രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. He never breathed into any of the animals. മൃഗങ്ങളിലൊന്നും ജീവശ്വാസം ഊതിയിരുന്നില്ല. That is what distinguished man from all the rest of creation. അതാണ് മനുഷ്യനെയും മറ്റ് എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം. Man has got a spirit. മനുഷ്യന് ഒരു ആത്മാവുണ്ട്. We have a body just like the animals. നമുക്ക് മൃഗങ്ങൾക്കുള്ളതുപോലെ ഒരു ശരീരമുണ്ട്. We have a mind just like animals. മൃഗങ്ങൾക്കുള്ളതുപോലെ ഒരു മനസ്സുണ്ട്. And some of the animals are cleverer than man. ചില മൃഗങ്ങൾ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവരാണ്. The Bible says the snake was the cleverest of all. ബൈബിൾ പറയുന്നത് പാമ്പാണ് ഏറ്റവും കൗശലം ഏറിയ ജന്തു എന്ന്. But one thing that the animals don't have is spirit. എന്നാൽ മൃഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യം അത് ആത്മാവാണ്. That came when God breathed into man. അത് വന്നത് ദൈവം മനുഷ്യനിലേക്ക് ജീവശ്വാസം ഊതിയപ്പോഴാണ്. And the main part of the spirit is our conscience. ഈ ആത്മാവിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ മനസാക്ഷിയാണ്. So what God was trying to say by creating the animals and man on the same 6th day. ഈ മനുഷ്യനെയും മൃഗങ്ങളെയും ഒരേ ദിവസം 6-ാം ദിവസം സൃഷ്ടിച്ചതിലൂടെ ദൈവം എന്താണ് പറയുന്നത്? That if you don't live by your conscience, you will end up just like all the animals. നിങ്ങളുടെ മനസാക്ഷി പ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ പോലെ തന്നെ നിങ്ങൾ ആയിത്തീരും. That is the message. അതാണ് ആ സന്ദേശം. So that's why it is so important for us to live by our conscience. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നത്. We must teach our children that. നമ്മുടെ മക്കളെയും അത് നാം പഠിപ്പിക്കണം. All of us, if you ignore your conscience, remember this, you will descend to the level of an animal. എല്ലാവരും നമ്മുടെ മനസാക്ഷിയെ അവഗണിച്ചു കളഞ്ഞാൽ മൃഗങ്ങളുടെ തലത്തിലേക്ക് താഴ്ന്നു പോകും. That is the only thing that distinguishes us from animals. അതാണ്
നമ്മെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന കാര്യം. That spirit, that is where Christ comes to dwell through his Holy Spirit. ആ ആത്മാവ്, അവയാണ് ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ വസിക്കുവാൻ വരുന്നത്. And the world is full of people who completely disregard their conscience. ഈ ലോകം മുഴുവൻ ആളുകൾ തങ്ങളുടെ മനസാക്ഷിയെ അവഗണിക്കുന്ന ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. And that is why there is so much sin in the world. And that is why there is so much sin in the പാപം world. നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. People even kill one another without, and it doesn't bother their conscience. Sorry, brother. People kill each other and it does not disturb their conscience. ആളുകൾ തമ്മിൽ കൊല്ലുന്നു, അത് അവരുടെ മനസാക്ഷിയെ ബാധിക്കാതിരിക്കുന്നു. Now, as Christians, we don't kill. ക്രിസ്ത്യാനികളായ നമ്മൾ തമ്മിൽ കൊല്ലുന്നില്ല. But there are many other ways in which we may not listen to our conscience. എന്നാൽ നാം നമ്മുടെ മനസാക്ഷിയെ ശ്രദ്ധിക്കാതിരിക്കുന്ന മറ്റു പല രീതികളുമുണ്ട്. For example, when you tell a lie. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു നുണ പറയുകയാണെങ്കിൽ, when children are small, one of the first things they do is they learn to tell lies. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അവർ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം അവർ നുണ പറയുന്നതാണ്. And the Bible says in Isaiah 58 that they are born telling lies. യെശയ്യാവ് 58 ബൈബിൾ പറയുന്നത് അവര് നുണ പറയുന്നത് കൊണ്ടാണ് ജനിക്കുന്നതെന്ന്. From birth, it says in Isaiah 58 verse 3, they go astray telling lies. യെശയ്യാവ് 58:3 പറയുന്നത് അവര് ജനനം മുതൽ തന്നെ ഭോഷ്ക് പറഞ്ഞുകൊണ്ട് ആണ് വരുന്നതെന്ന്. Every child learns to automatically tells lies. എല്ലാ കുഞ്ഞും തനിയെ നുണ പറയാൻ പഠിക്കുന്നു. Even if your parents are both born again. നിങ്ങളുടെ മാതാപിതാക്കൾ രണ്ടുപേരും വീണ്ടും ജനിച്ചവരാണെങ്കിൽ പോലും. So it's very important as parents that one of the first things we must teach our children is to always speak the truth. ഇത് മാതാപിതാക്കൾ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കളെ സത്യം സംസാരിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നത്. That is the first area where we must teach them to listen to their conscience. അവരുടെ മനസാക്ഷിയെ ശ്രദ്ധിക്കാനായിട്ട് പഠിക്കേണ്ട ആദ്യത്തെ മേഖല അതാണ്. If we don't teach them that, നാം അവരെ അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ, and if you don't take strictly a child telling a lie, ഒരു ഭോഷ്ക് പറയുന്ന ഒരു കുഞ്ഞിനെ അത് ഗൗരവത്തോടെ നാം എടുക്കുന്നില്ലെങ്കിൽ, കർശനമായി എടുക്കുന്നില്ലെങ്കിൽ, you will be helping your children to become like animals. നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൃഗങ്ങളെ പോലെ ആകുവാൻ സഹായിക്കുകയാണ്. And when they grow up, they will violate their conscience in so many other areas. അവര് വളർന്നു വരുമ്പോൾ അവരുടെ മനസാക്ഷിയെ മറ്റു പല മേഖലകളിലും അവര് അവഗണിക്കുന്നു. So the responsibility of parents is very serious in our time. ഈ സമയത്ത്, നമ്മുടെ സമയത്ത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവമേറിയതാണ്. What is this rest that we read of in Hebrews chapter 4? നാം എബ്രായർ 4 വായിച്ച ഈ സ്വസ്ഥത എന്താണ്? That is a life where my conscience is always at rest and never disturbs me at any time. അത് എൻ്റെ മനസാക്ഷി എപ്പോഴും സ്വസ്ഥതയിലായിരിക്കുന്നു, ഒരിക്കലും എന്നെ അത് ബാധിക്കാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ്. That is how Paul said in Acts 24. അതാണ് പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 24 പറയുന്നത്. He knew the seriousness of this. അദ്ദേഹത്തിന് ഇതിന്റെ ഗൗരവം മനസ്സിലായിരുന്നു. So he says in Acts 24:16, I
always do my best to keep my conscience blameless before God and before men. 24:16. അപ്പോസ്തല പ്രവൃത്തികൾ 24:16 പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. That is how he says in verse 15, I will be in the resurrection of the righteous. അതുകൊണ്ടാണ് താൻ 15-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലായിരിക്കാൻ എന്ന്. If you want to be in the resurrection of the righteous, you got to keep your conscience clear all the time. നാം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലായിരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കണം. Now, I don't mind repeating that 100 times. അതൊരു 100 പ്രാവശ്യം ആവർത്തിക്കുവാൻ എനിക്ക് പ്രശ്നമില്ല. Because I find so many Christians in so many denominations, they are not careful about their conscience. കാരണം പല ക്രിസ്ത്യാനികളും പല സഭാവിഭാഗങ്ങളിലുള്ളവര് അവരുടെ മനസാക്ഷിയിൽ ശ്രദ്ധയുള്ളവരല്ല എന്ന് ഞാൻ കാണുന്നു. See, the Pentecostal people claim to be filled with the Spirit, and therefore they claim to be more spiritual than other Christians. പെന്തക്കോസ്ത് ആളുകൾ ആത്മാവിനാൽ നിറയപ്പെട്ടവരെന്ന് അവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ആത്മീയരെന്ന് അവർ പറയുന്നു. There are some very godly men among them. അവരുടെ ഇടയിൽ വളരെ ദൈവഭക്തരായ ആളുകളുണ്ട്. But the vast majority of them, they just speak in tongues and completely go against their conscience. എന്നാൽ അവരിൽ ഭൂരിഭാഗവും അവരുടെ മനസാക്ഷിക്ക് എതിരെ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്നും വിട്ടുപോകുന്നു. But they speak in tongues. അവര് അന്യഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ട്. And 95% of that tongues is fake, not genuine. അന്യഭാഷ 95% വ്യാജമാണ്, യഥാർത്ഥമല്ല. I'm not fooled by that. ഞാൻ അതിനാൽ വഞ്ചിക്കപ്പെടുന്നില്ല. Because I see it doesn't change their life. കാരണം അത് അവരുടെ ജീവിതത്തെ മാറ്റുന്നില്ല എന്ന് ഞാൻ കാണുന്നു. So don't be deceived by it. ഇതിലൂടെ ഒന്നും വഞ്ചിക്കപ്പെടരുത്. Tongues is a genuine gift that God gives. അന്യഭാഷ എന്നുള്ളത് ദൈവം നൽകുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു വരമാണ്. And I'll tell you the result of it. അതിന്റെ ഫലം ഞാൻ നിങ്ങളോട് പറയാം. See 1 Corinthians 14. 1 കൊരിന്ത്യർ 14 കാണാം. 1 Corinthians 14 and verse 4. 1 കൊരിന്ത്യർ 14:4 വാക്യം. One who speaks in a tongue builds himself up spiritually. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. That means he becomes more spiritual through that exercise. അതിന്റെ അർത്ഥം അവൻ അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ കൂടുതൽ ആത്മീയനായി തീരുന്നു എന്നാണ്. That means he becomes more humble. അതിന്റെ അർത്ഥം അദ്ദേഹം കൂടുതൽ താഴ്മയുള്ളവനായി തീർന്നു. Like Jesus. യേശുവിനെ പോലെ. Now you ask yourself, all the people you've heard, who you've met who speak in tongues, are they the humblest people on earth that you've met? നിങ്ങൾ ഇത് ചോദിക്കുക, നിങ്ങൾ കണ്ടിട്ടുള്ള അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണോ ഏറ്റവും ഈ ഭൂമിയിൽ താഴ്മയുള്ളവരായിട്ട് കണ്ടിട്ടുള്ളവർ? Are they the holiest people you meet on the earth? അവരാണോ ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വിശുദ്ധരായിട്ടുള്ള ആളുകൾ? Are they the most loving people you met on the earth? അവരാണോ ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളവരിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ? I don't think so. That is why I say it is all fake. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വ്യാജമാണെന്ന് ഞാൻ പറയുന്നത്. God gave me the gift of tongues 50 years ago. ദൈവം 50 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അന്യഭാഷയുടെ വരം തന്നു. I did not seek for it. I did not ask for it. ഞാൻ അതിനെ തേടിയില്ല, അതിനെ ചോദിച്ചില്ല. And all of a sudden God gave it to me. പെട്ടെന്ന് ഒരു സമയത്ത് ദൈവം എനിക്കത് തന്നു. And I have used it all these 50 years. ഞാൻ അത് ഈ 50 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. But like Paul said, I will never use it publicly in a church, like Paul said. എന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും അത് സഭയിൽ പൊതുവായിട്ട് ഉപയോഗിക്കുകയില്ല എന്ന്. Like 1 Corinthians 14:19, he says, I would rather speak 5 words in a known language when I speak in the church. 1 കൊരിന്ത്യർ 14:19 പറയുന്നത് പോലെ, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. So we saw that Paul was very careful to keep his conscience clear. നാം കണ്ടത് പൗലോസ്
തൻ്റെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. That is how he became a spiritual man. അങ്ങനെയാണ് താൻ ഒരു ആത്മീയ മനുഷ്യനായി തീർന്നത്. And he was careful not to try and show off to others with his gift of tongues. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി അന്യഭാഷ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. I mentioned this because many of you have seen that gift being exercised in many parts of Kerala. ഞാനിത് പ്രതിപാദിച്ചതിന്റെ കാരണം കേരളത്തിന്റെ പല ഭാഗത്തും ഈ വരം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Always check it with this verse, 1 Corinthians 14 verse 3. എപ്പോഴും അത് 1 കൊരിന്ത്യർ 14 മൂന്നാം വാക്യവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. Is it edifying the person and making him more spiritual? അത് അവനെ ആത്മീയ verse 4. നാലാം വാക്യത്തിലാണ്. അവന് തന്നെ കൂടുതൽ ആത്മീയവർദ്ധന നൽകുകയും അവനെ കൂടുതൽ ആത്മീയനാക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. If a person who speaks in tongues is not more spiritual than others, it is a fake tongue. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ ആത്മീയൻ അല്ലെങ്കിൽ അത് വ്യാജമായിട്ടുള്ള അന്യഭാഷയാണ്. I don't see the Pentecostal people in Kerala as the most spiritual people in Kerala. കേരളത്തിലുള്ള പെന്തക്കോസ്തൽ ആളുകളെ ഞാൻ കേരളത്തിലുള്ള ഏറ്റവും ആത്മീയരായിട്ടുള്ള ആളുകളായിട്ട് ഞാൻ കാണുന്നില്ല. So I just mentioned this because it's the conscience that needs to be emphasized much more than the gifts of the Spirit. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം ആത്മാവിന്റെ വരങ്ങളെക്കാൾ അധികം ഊന്നൽ നൽകേണ്ടത് നമ്മുടെ മനസ്സാക്ഷിക്കാണ്. And then we can seek for the gifts of the Spirit. അതിനുശേഷം നമുക്ക് ആത്മാവിന്റെ വരങ്ങളെ അന്വേഷിക്കാം. My conscience tells me to love God with all my heart and to love others like I love myself. എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നത് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും എൻ്റെ ചുറ്റുമുള്ളവരെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്യാനാണ്. So anything that I do or say that goes against that law of love. ഞാൻ ഈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ സ്നേഹത്തിന്റെ ഈ നിയമത്തെ അതിനെ ലംഘിക്കുന്നതാണെങ്കിൽ, if my conscience is sensitive, I'll immediately feel convicted about it. എൻ്റെ മനസാക്ഷി അതിന് സംവേദനക്ഷമതയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അത് തിരിച്ചറിയും. If I have one unloving, unforgiving thought towards somebody, എനിക്ക് ആരോടെങ്കിലും ഒരു സ്നേഹമില്ലാത്ത, ക്ഷമിക്കാത്ത ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, my conscience will convict me immediately. എൻ്റെ മനസാക്ഷി പെട്ടെന്ന് തന്നെ അതെനിക്ക് കാണിച്ചു തരും. That is how I know my conscience is sensitive. അങ്ങനെയാണ് എൻ്റെ മനസാക്ഷി അത് സംവേദനക്ഷമതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. Do you feel that yourself? നിങ്ങൾക്ക് അത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ, തോന്നുന്നുണ്ടോ? Are you emphasizing that to your children? അത് നിങ്ങളുടെ മക്കളെ നിങ്ങളത് ആ കാര്യം ഊന്നി പറയുന്നുണ്ടോ? Your conscience will convict you terribly if you speak one rude, angry word. നിങ്ങൾ ഒരു കോപത്തിൽ ഒരു വാക്ക് സംസാരിച്ചാൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അവിടെ നിങ്ങൾക്ക് ബോധ്യം നൽകുന്നുണ്ടോ? That is the question you must ask. ആ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. If you do one unrighteous thing in money matters, does your conscience convict you? പണവിഷയത്തിൽ ഒരു അനീതിയുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? This is very relevant to being ready for the coming of Christ. ഇത് ക്രിസ്തുവിന്റെ വരവിന് ഒരുങ്ങിയിരിക്കുന്ന കാര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. So the Bible says we will all give an account of ourselves before the Lord one day. ബൈബിൾ പറയുന്നത് നാം എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് ഒരു ദിവസം. That day is coming very soon. ആ ദിവസം വളരെ അടുത്ത് വരുന്നുണ്ട്. When we'll have to give an account of our life to the Lord. നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കർത്താവിന് നൽകേണ്ട ഒരു ദിവസം. So I picture it like this. അതിനെ ഞാൻ ഇങ്ങനെ കാണുന്നു. The Lord sits on his throne of judgment. കർത്താവ് ആ
ന്യായാധിപതി സിംഹാസനത്തിൽ ഇരിക്കുന്നു. And one by one, people will come up to him. ഓരോരുത്തരായിട്ട് ആളുകൾ കർത്താവിന് മുമ്പിൽ വരുന്നു. It's going to happen. You and I will come up to him one by one day. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. നിങ്ങളും ഞാനും ഓരോരുത്തരായിട്ട് കർത്താവിന് മുമ്പിൽ വരും. Then our life will be evaluated by the Lord at that time. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിനാൽ അതിനെ വിലമതിക്കപ്പെടും. And turn with me to 1 Corinthians chapter 3. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. It says about the day of judgment. അത് ന്യായവിധിയുടെ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. Verse 13, chapter 3, verse 13-ാം 13. വാക്യം. 3:13. Every man's work will become evident in that day. ആ ദിവസം അതിനെ തെളിവാക്കും. ഓരോരുത്തന്റെ Because പ്രവൃത്തി ഇന്ന വിധം എന്ന്. it will be revealed with fire. അത് തീയോടെ വെളിപ്പെട്ടു വരും. And the fire will test the quality of the work we have done. ആ ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. And if after the fire has done its work, if something remains, we receive a reward. Verse 14. 14-ാം വാക്യത്തിൽ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. But it's possible that all my life can be burnt up also, and then we suffer loss. Verse 15. 15-ാം വാക്യത്തിൽ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. And in 1 Corinthians 11, 1 കൊരിന്ത്യർ 11-ൽ we are talking about the coming of the Lord and the final judgment. അവസാന ന്യായവിധി ദിവസം കർത്താവിന്റെ വരവിനെ കുറിച്ച് അവിടെ പറയുന്നു. 1 Corinthians 11 verse 31. 1 കൊരിന്ത്യർ 11:31. If we judge ourselves rightly today, we will not be judged in that final day. നാം നമ്മെ തന്നെ ശരിയായ രീതിയിൽ ഇപ്പോൾ വിധിച്ചാൽ ആ ദിവസത്തിൽ നാം വിധിക്കപ്പെടുകയില്ല. To me, that verse has helped me tremendously in my life. എന്നെ സംബന്ധിച്ചും ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. The New Testament speaks a lot about the final judgment. പുതിയ നിയമം അവസാന ന്യായവിധിയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. We thought about that yesterday. അതിനെക്കുറിച്ച് നാം ഇന്നലെ കേട്ടു. How when the Lord comes, some will be ready to meet him and some believers will not be ready to meet him. എങ്ങനെയാണ് കർത്താവ് വരുമ്പോൾ ചിലർ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് തയ്യാറായിരിക്കുന്നു, ചില വിശ്വാസികൾ അതിന് തയ്യാറല്ലാതെ ഇരിക്കുന്നു. See, unbelievers not being ready, we can understand. അവിശ്വാസികൾ ഒരുക്കമില്ലാത്തവരായിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. But we saw yesterday in 1 John chapter 2, towards the end of that chapter, that even some believers also will not be ready. എന്നാൽ ഇന്നലെ നാം 1 യോഹന്നാൻ 2-ൽ അതിന്റെ അവസാന ഭാഗത്ത് ചില വിശ്വാസികൾ പോലും അതിന് ഒരുക്കമില്ലാത്തവരായിരിക്കും എന്ന് കണ്ടു. How can we be ready? എങ്ങനെയാണ് നാം തയ്യാറായിരിക്കുന്നത്? Read this verse. This has helped me tremendously. ഈ വാക്യം വായിക്കുക. ഇതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1 Corinthians 11:31. 1 കൊരിന്ത്യർ 11:31. And I preached about it for 50 years. ഞാൻ 50 വർഷമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. If we judge ourselves, we will not be judged. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. We must teach our children to judge themselves. നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അവരെ തന്നെ വിധിക്കുന്ന കാര്യം. What does that mean in practical terms? അത് പ്രായോഗിക തലത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? A bad thought comes into my mind. ഒരു തെറ്റായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നു. That's not sin, that's a temptation. അത് പാപമല്ല, അതൊരു പ്രലോഭനമാണ്. You know, we read about the temptations of Jesus in the wilderness in Matthew chapter 4. മത്തായി 4-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ യേശുവിന് ഉണ്ടായ പ്രലോഭനത്തെക്കുറിച്ച് വായിക്കുന്നു. The devil told him, turn the stones into bread so that you can feed yourself because you're hungry. പിശാച് പറഞ്ഞു, നീ വിശന്നിരിക്കുകയാണല്ലോ, ഈ കല്ലുകളെ അപ്പമാക്കിക്കൊണ്ട് നിനക്ക് കഴിക്കാമല്ലോ എന്ന്. How did the devil speak to him?
പിശാച് എങ്ങനെയാണ് യേശുവിനോട് സംസാരിച്ചത്? I'll tell you the answer. അതിന്റെ ഉത്തരം ഞാൻ പറയാം. Turn to Hebrews chapter 4. എബ്രായർ 4-ാം അധ്യായത്തിലേക്ക് തിരിയുക. This is a truth that changed my life. എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സത്യം ഇവിടെയുണ്ട്. Hebrews 4:15. എബ്രായർ 4:15. The last part. അവസാന ഭാഗം. He's talking in verse 15 about our high priest, which is Jesus. 15-ാം വാക്യത്തിൽ നമ്മുടെ മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. And it says in the last part, he was tempted in every area exactly like we are, but he did not sin. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് സർവത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല. How are we tempted? നാം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? Then we can know how Jesus was tempted. അപ്പോൾ യേശു എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയാൻ കഴിയും. The devil doesn't come physically in front of us. പിശാച് നമ്മുടെ മുമ്പിൽ നേരിട്ട് വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്. He puts a thought into our mind. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരുന്നു. That's how Jesus was tempted. അങ്ങനെ ആണ് യേശു പരീക്ഷിക്കപ്പെട്ടത്. A thought that came into the mind, turn the stones into bread. ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു, ഈ കല്ലുകളെ അപ്പമാക്കുക. Jesus said no. യേശു പറഞ്ഞു ഇല്ല. That thought was not sin, it was a temptation. ആ ചിന്ത അത് പാപമായിരുന്നില്ല, അത് പ്രലോഭനമായിരുന്നു. For example, a young man goes down the road and there's a filthy picture of a woman on the road. ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ ഒരു മ്ലേച്ഛകരമായിട്ടുള്ള സ്ത്രീയുടെ ചിത്രം കാണുന്നു, ചിത്രമുണ്ട്. And he's seen, like all young men, he's tempted. മറ്റ് എല്ലാ ചെറുപ്പക്കാരെയും പോലെ അവനും പ്രലോഭിപ്പിക്കപ്പെടും. That's not sin. അത് പാപമല്ല. But if he continues to look at it, he has sinned. എന്നാൽ അവൻ അത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവൻ പാപം ചെയ്യുന്നു. The first look is temptation, the second look is sin. ആദ്യത്തെ നോട്ടം അത് പ്രലോഭനമാണ്, രണ്ടാമത്തെ നോട്ടമാണ് പാപം. The same thing if you look at a pretty woman. ഇതേ കാര്യം തന്നെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ കാര്യത്തിലും. The first look is temptation, the second look is sin. ആദ്യത്തെ നോട്ടം അത് പ്രലോഭനമാണ്, രണ്ടാമത്തെ നോട്ടം പാപമാണ്. You don't have to feel guilty about being tempted. നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. Whether it's a person or a picture or a magazine or anything. അതൊരു വ്യക്തിയോ ഒരു ചിത്രമോ ഒരു മാസികയോ എന്തെങ്കിലും ആകട്ടെ. But when you continue to look and a second look, you've already sinned. എന്നാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും രണ്ടാമത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പാപമാണ്. And it's not only for young people. അത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല. You can be 100 years old and be tempted in this area. നിങ്ങൾക്കൊരു 100 വയസ്സുള്ളപ്പോഴും ഈ മേഖലയിൽ പ്രലോഭിപ്പിക്കപ്പെടാം. And if you don't develop the habit of immediately resisting temptation, gradually you'll become a slave to sin. നിങ്ങൾ പെട്ടെന്ന് ഈ പ്രലോഭനത്തെ എതിർക്കുവാനായിട്ട് അങ്ങനെ ശീലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പാപത്തിന് അടിമയായിത്തീരും. That's why we preach so much against sin in the church. അതുകൊണ്ടാണ് നാം പാപത്തിനെതിരെ ഇത്രമാത്രം പ്രസംഗിക്കുന്നത്. I don't take so many Bible studies in the church. ഞാൻ സഭയിൽ ഒത്തിരി ബൈബിൾ സ്റ്റഡികളൊന്നും എടുക്കാറില്ല. Bible study people can study at home. അത് നമുക്ക് വീട്ടിൽ പഠിക്കാവുന്നതാണ് ബൈബിൾ പഠനം. For example, we have in English a complete Bible study of the entire New Testament, every verse in our CFC website. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ CFC വെബ്സൈറ്റിൽ പുതിയ നിയമത്തിലെ ഓരോ വാക്യത്തിന്റെയും പഠനം ലഭ്യമാണ്. From Matthew chapter 1 to the last verse of Revelation. മത്തായി 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന വാക്യം വരെയുള്ളത്. We have a Bible study on every single verse in the whole New Testament. മുഴുവൻ പുതിയ നിയമത്തിന്റെയും ഓരോ വാക്യത്തിന്റെയും പഠനം, ബൈബിൾ പഠനം നമുക്കുണ്ട്. People can go to their computer or phone and listen to it every day. ആളുകൾക്ക് അവരുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ പോയി
എല്ലാ ദിവസവും അത് കേൾക്കാം. But in the church, I seek to challenge people to overcome sin. എന്നാൽ സഭയിൽ ആളുകളെ പാപത്തെ ജയിക്കുന്നതിന് അവരെ വെല്ലുവിളിക്കുക. Because a lot of Bible study is just informing people about so many facts. കാരണം ബൈബിൾ പഠനം അത് പല കാര്യങ്ങളും ആളുകളെ മനസ്സിലാക്കിക്കുന്ന കാര്യമാണ്. The Bible says in the church we must prophesy. ബൈബിൾ പറയുന്നത് സഭയിൽ നാം പ്രവചിക്കണം എന്നാണ്. In 1 Corinthians in chapter 14, 1 കൊരിന്ത്യർ 14 അധ്യായം it says here 1 Corinthians 14, ഇവിടെ 1 കൊരിന്ത്യർ 14 പറയുന്നു, verse 29, 29 വാക്യം, let 2 or 3 prophets speak and then you can all prophesy, verse 31. പ്രവാചകന്മാർ 2-3 പേര് സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ, എല്ലാവരും പഠിക്കുവാനും എല്ലാ ബോധം ലഭിക്കുവാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. 31 വാക്യം. There are many gifts in the church: prophets, evangelists, teachers. സഭയിൽ പല വരങ്ങളുണ്ട്. പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ദൈവവചനം പഠിപ്പിക്കുന്നവർ. Evangelists is when we are preaching to unbelievers. സുവിശേഷകർ എന്ന് പറയുന്നത് മറ്റുള്ള അവിശ്വാസികളോട് പ്രസംഗിക്കുന്നവരാണ്. Teachers also are needed. പഠിപ്പിക്കുന്നവരെയും ആവശ്യമാണ്. But we have plenty of that now through when we have on our website so much of teaching. You can listen to it. അത് നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിലും മറ്റുമൊക്കെ ആയിട്ട് ധാരാളമായിട്ട് നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് കേൾക്കാം. And those who are serious about their Christian growth will listen to it. അവരുടെ ക്രിസ്തീയ വളർച്ചയെക്കുറിച്ച് ഗൗരവത്തിൽ എടുത്തിരിക്കുന്നവര് ആ കാര്യം അത് അവർ കേൾക്കും. But here we read the main gift that must be emphasized in the church is the gift of prophecy. എന്നാൽ സഭയിൽ ഊന്നി പറയുന്ന പ്രധാനപ്പെട്ട വരം അത് പ്രവചനവരമാണ്. What is that? Prophecy is described in verse 3, 14:3. 14:3 പ്രവചനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. That is not teaching. അത് പഠിപ്പിക്കുന്നതല്ല. It is challenging. അത് വെല്ലുവിളിക്കുന്നതാണ്. And comforting. അത് ആശ്വസിപ്പിക്കുന്നതാണ്. And building up. അത് പണിയുന്നതാണ്. That is how the word of God must come in every meeting where people are challenged and encouraged and built up. അങ്ങനെയായിരിക്കണം ദൈവവചനം ഓരോ മീറ്റിങ്ങുകളിലും വരേണ്ടത്. ആളുകൾ വെല്ലുവിളിക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്യണം. So that people are made, their conscience becomes more sensitive. അങ്ങനെ അവരുടെ മനസാക്ഷി കൂടുതൽ സംവേദനക്ഷമതയുള്ളതാക്കി തീർക്കണം. Then we can be ready for the coming of the Lord. അങ്ങനെ നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാം. You know, Jesus said in Luke and chapter 17, യേശു ലൂക്കോസ് 17 അധ്യായത്തിൽ പറയുന്നു, that the last days will be like the days of Noah and Lot. അവസാന ദിവസങ്ങൾ നോഹയുടെ ദിവസങ്ങൾ പോലെയും ലോത്തിന്റെ ദിവസങ്ങൾ പോലെയും ആയിരിക്കുമെന്ന്. It doesn't say that what the Lord does not mention so many of the sins in Noah's time. കർത്താവ് അവിടെ നോഹയുടെ കാലത്തെ പാപങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. There were some terrible sins in Noah's time. നോഹയുടെ കാലത്ത് വളരെ ഭയാനകമായിട്ടുള്ള പല പാപങ്ങളും ഉണ്ടായിരുന്നു. Sexual sin, hatred, ലൈംഗിക പാപങ്ങൾ, വെറുപ്പ്, murders. കൊലപാതകങ്ങൾ. But here Jesus mentions in verse 27, ഇവിടെ യേശു 27 വാക്യത്തിൽ പറയുന്നത് 26 and 27. 26 27 The last days will be like the days of Noah. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. They were eating, drinking, marrying, giving in marriage. അവർ തിന്നും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. What is wrong with all of these things? ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് കുഴപ്പം? Why did Jesus say we're going to be eating and drinking and marrying and giving in marriage?
യേശു എന്താണ് പറഞ്ഞത്? നമുക്ക് തിന്നാനും കുടിക്കാനും വിവാഹം കഴിക്കാനും വിവാഹത്തിന് കൊടുക്കാനും കഴിയില്ലേ എന്നാണോ? Until the day Noah entered the ark and the flood came and destroyed them. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെയും അങ്ങനെ അവർ ചെയ്തു. ജലപ്രളയം വന്ന് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. And then we talk about the days of Lot. അതിനുശേഷം ലോത്തിന്റെ കാലത്തെ കുറിച്ച് പറയുന്നു. And you know, in Lot's time, there was a lot of perverted sexual sin. ലോത്തിന്റെ കാലത്ത് ചില വികൃതമായിട്ടുള്ള ലൈംഗിക പാപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. Men with men committing sexual sin. പുരുഷന്മാരുമായിട്ട് ചേർന്ന് ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നു. Exactly like happening in the world today. ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ Men marrying men. പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു. Exactly like the days of Lot. ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. But what does he say here? ഇവിടെ എന്താണ് പറയുന്നത്? He says in the days of Lot, they were eating and drinking and buying and selling and planting, etc. and building. കർത്താവ് പറയുന്നത് ലോകത്തിന്റെ കാലത്ത് അവർ തിന്നും കുടിച്ചും വിറ്റും നടന്നും പണിതും പോന്നു. They were committing a lot of sins in secret. അവര് രഹസ്യത്തിൽ പല പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Just like in Noah's day. നോയുടെ കാലത്തേതുപോലെ തന്നെ. But publicly they were eating and drinking and marrying and giving in marriage. എന്നാൽ പൊതുവായിട്ട് അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും and buying and selling. വിറ്റും വാങ്ങിയും ഒക്കെ ചെയ്യുക. And all these things are what every believer does. ഇതൊക്കെ എല്ലാ വിശ്വാസികളും ചെയ്യുന്ന കാര്യമാണ്. Eating, drinking, തിന്നുക, കുടിക്കുക, buying and selling, വാങ്ങുക, വിൽക്കുക, planting and building, നടുക, പണിയുക, marrying and giving in marriage. വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക. What is the Lord saying? കർത്താവ് എന്താണ് പറയുന്നത്? We can be so occupied with these ordinary activities. നാം ഈ സാധാരണ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുവാൻ കഴിയും. And not take our spiritual life seriously. അങ്ങനെ മുഴുകിയിരുന്നത് കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുമെന്ന് തക്കവണ്ണം. And suddenly one day Noah closed the door of the ark and the judgment came. പെട്ടെന്ന് തന്നെ ഒരു ദിവസം ആ പെട്ടകത്തിന്റെ വാതിലടച്ചു, ന്യായവിധി വന്നു. One day suddenly the Lord took Lot out of Sodom and judgment came. ഒരു ദിവസം പെട്ടെന്ന് ദൈവം ലോത്തിനെ സോദോമിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു, ന്യായവിധി വന്നു. I want to tell you, dear brothers and sisters, it's going to be like that when the Lord comes. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരി സഹോദരന്മാരെ, കർത്താവ് വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. We'll just be going through our normal daily activities. നാം നമ്മുടെ സാധാരണ ജീവിത ചര്യയിലൂടെ ഉൾപ്പെട്ടിരിക്കുകയായിരിക്കും. Some will be ready to meet the Lord and some will not. ചിലർ കർത്താവിനെ കാണുവാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കും, ചിലർ അങ്ങനെ ആയിരിക്കില്ല. Outwardly they will not look like great sinners. പുറമേ അവര് വലിയ പാപികളായിട്ടൊന്നും കാണപ്പെടുന്നില്ല. There were great sinners in Noah's day. There was great sinners in Lot's day also. നോഹയുടെ കാലത്തിൽ വലിയ പാപികൾ ഉണ്ടായിരുന്നു, ലോത്തിന്റെ കാലത്തും പാപികൾ ഉണ്ടായിരുന്നു. But we are not in that category, those of us who are sitting here. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നാം ഒന്നും ആ വിഭാഗത്തിൽ പെടുന്നവരല്ല. We are not involved with hatred and murder and sexual sin. നാം വെറുപ്പിലും കൊലപാതകത്തിലും ലൈംഗിക വിവാഹത്തിലും ഒന്നും ഉൾപ്പെടുന്നവരല്ല. No, we are eating and drinking. ഇല്ല, നാം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. We are buying and selling. നാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. We are planting and building. നാം നടുകയും പണിയുകയും ചെയ്യുന്നു. We are getting married and giving our children in marriage. നാം വിവാഹം കഴിക്കുകയും നമ്മുടെ മക്കളെ വിവാഹത്തിന് നൽകുകയും ചെയ്യുന്നു. And the Lord says, yet in the day when judgment came, many of them were not ready. എന്നാൽ കർത്താവ് പറയുന്നു, എങ്കിലും ആ ദിവസം വന്നപ്പോൾ പലരും തയ്യാറായിരുന്നില്ല. Because there were secret sins in their life which others did not know about. കാരണം
അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അറിയാത്ത രഹസ്യ പാപങ്ങൾ ഉണ്ടായിരുന്നു. The great danger in the church is of secret sin in the lives of people sitting there. ഒരു സഭയിലെ വളരെ അപകടമേറിയ കാര്യം അവിടെ ഇരിക്കുന്ന ആളുകളിലുള്ള രഹസ്യ പാപമാണ്. I told you yesterday about the sin of not forgiving others. ഇന്നലെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. Or the sin of not asking forgiveness when we hurt others. അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയ ശേഷം ക്ഷമ ചോദിക്കാതിരിക്കുന്ന പാപം. These are secret sins. ഇതൊക്കെ രഹസ്യ പാപങ്ങളാണ്. And the sins in our thought life, so many secret sins. നമ്മുടെ ചിന്താ ജീവിതത്തിലുള്ള പാപങ്ങൾ വളരെയധികം രഹസ്യ പാപങ്ങൾ. Sins with the wrong attitude towards other people, even in the church. സഭയിൽ തന്നെ മറ്റുള്ളവരോടുള്ള തെറ്റായ മനോഭാവം മൂലമുള്ള പാപങ്ങൾ. Anything contrary to the law of love is sin. ഈ സ്നേഹത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാം പാപമാണ്. In your local church, you must be able to look around at all the people sitting there and ask yourself, do I have an attitude of love towards all these people here? നോക്കിയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇവിടെ എനിക്ക് എല്ലാവരോടും സ്നേഹത്തിന്റെ ഒരു മനോഭാവമാണോ ഉള്ളത്? Do I have anything in my heart against anybody sitting in my local church? ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രാദേശിക സഭയിൽ ഇരിക്കുന്ന ആരോടെങ്കിലും എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റായ മനോഭാവം ഉണ്ടോ? If you have that, if you have such an attitude, അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, then I want to say to you in Jesus' name, you are not ready to meet the Lord when he comes. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, യേശു വരുമ്പോൾ അവനെ കാണുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരല്ല. You can know the Bible well and you can sing well, but you're not ready to meet the Lord. നിങ്ങൾക്ക് ബൈബിള് നന്നായി അറിയാൻ കഴിയും, നിങ്ങൾക്ക് നന്നായി പാടുവാൻ കഴിയും, എന്നാൽ നിങ്ങൾ കർത്താവിനെ വരവേൽക്കുവാൻ തയ്യാറല്ല. And that's where we come back to 1 Corinthians 11:31. അങ്ങനെയാണ് നാം 1 കൊരിന്ത്യർ 11:31 മടങ്ങി വരുന്നത്. If we judge ourselves, then only we will not be judged. നാം നമ്മെ തന്നെ വിധിച്ചാലേ നാം വിധിക്കപ്പെടാതിരിക്കുകയുള്ളൂ. And here in the English it says, if we judge ourselves rightly, then we will not be judged. ഇംഗ്ലീഷിൽ അത് പറയുന്നത് നമ്മെ തന്നെ ശരിയായ രീതിയിൽ വിധിക്കുകയാണെങ്കിൽ വിധിക്കപ്പെടുകയില്ല എന്നാണ്. So as I said, that has been a great comfort to me. ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. I picture people going one by one to the Lord in the final day of judgment. ഞാൻ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു, ഓരോരുത്തരായിട്ട് ആ ന്യായവിധിയുടെ അവസാന ദിവസം കർത്താവിന്റെ മുമ്പിൽ ഓരോരുത്തരായിട്ട് പോകുന്നത്. And on a screen, the videotape of their entire life from the day they were born is played there. അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ഒരു വീഡിയോ ടേപ്പ് അവിടെ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടും. From the day they were born. അവർ ജനിച്ച നാൾ മുതലുള്ള മുഴുവൻ ജീവിതത്തിന്റെയും വീഡിയോ ടേപ്പ്. And every sin they committed which was confessed and forsaken is blotted out. അവര് ചെയ്ത പാപങ്ങളിൽ അവര് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞതെല്ലാം അത് മായ്ച്ചു കളയപ്പെടും. Where the blood of Christ has blotted it out. ക്രിസ്തുവിന്റെ രക്തം അതിനെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. That will be a blank spot on that videotape. അവിടെ ആ വീഡിയോ ടേപ്പില് അതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള every sin that you have confessed is cleansed in the blood of Christ. നാം ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം ക്രിസ്തുവിന്റെ രക്തത്താൽ അത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Even wrong thoughts, wrong attitudes to people. തെറ്റായ ചിന്തകളോ മറ്റുള്ളവർക്കെതിരെ തെറ്റായ മനോഭാവമോ ഒക്കെ if you confess it and forsake it, you'll be forgiven. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം ക്ഷമിക്കപ്പെടും. It's not only confession. അത് ഏറ്റുപറയുക മാത്രമല്ല. You know what it says in the Proverbs? If you confess and forsake, you'll be forgiven. വാക്യത്തിൽ പറയുന്നറിയോ, നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കപ്പെടും. Not just confessing it. ഏറ്റുപറയുക മാത്രമല്ല. Repentance means I'm forsaking it also. മാനസാന്തരം എന്നാൽ അത് വിട്ടുകളയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ്. So when I judge myself, I'm confessing and forsaking.
ഞാൻ എന്നെ തന്നെ വിധിക്കുമ്പോൾ ഞാൻ അത് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. And if I slip up again, I confess and forsake. വീണ്ടും ഞാൻ വീണുപോയാൽ വീണ്ടും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. And little by little, I get more and more victory over some sins. അങ്ങനെ പതിയെ പതിയെ കൂടുതൽ കൂടുതൽ വിജയം ഈ പാപങ്ങളിൽ എനിക്ക് ലഭിക്കുന്നു. Then God gives me light on other sins. അങ്ങനെ അപ്പോൾ കർത്താവ് എനിക്ക് മറ്റ് കാര്യങ്ങൾ, മറ്റ് പാപങ്ങളെ കുറിച്ച് വെളിച്ചം നൽകുന്നു. That is what spiritual growth is. അതാണ് ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ. So if everything the Lord has shown me by the Holy Spirit, if I confess it, it's all cleansed. കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിനാൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടും. Then there will be no record on that tape of something evil that I did. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്ത ഒരു ദോഷത്തെക്കുറിച്ചുള്ള ഒരു റെക്കോർഡ് ആ വീഡിയോ ടേപ്പിൽ ഉണ്ടായിരിക്കുകയില്ല. What a wonderful thing it is to stand there in presence of the Lord. My entire life is played on the videotape and there's nothing that I've done wrong. എന്തൊരു മനോഹരമായ കാര്യമാണ് കർത്താവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ആ വീഡിയോ ടേപ്പിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീഡിയോ ടേപ്പ് പ്ലേ ചെയ്യുമ്പോൾ ഒരു കാര്യം പോലും മോശമായിട്ടുള്ള കാര്യം അവിടെ ഇല്ലാതിരിക്കുന്നത്. From beginning till end. തുടക്കം മുതൽ അവസാനം വരെയും. Why? എന്തുകൊണ്ടാണ്? Because I listen to my conscience and judge myself immediately. കാരണം ഞാൻ എൻ്റെ മനസാക്ഷിയെ ശ്രദ്ധിച്ച് എന്നെ തന്നെ പെട്ടെന്ന് വിധിക്കുന്ന ആയിരുന്നു. And that is the verse we read in 1 Corinthians 11:31. അതാണ് നാം 1 കൊരിന്ത്യർ 11:31 വായിച്ച വാക്യം. That if we judge ourselves now, ഞാൻ ഇപ്പോൾ നാം നമ്മെ തന്നെ വിധിക്കുകയാണെങ്കിൽ we will not be judged in the final day. അവസാന ദിവസം നാം വിധിക്കപ്പെടുകയില്ല. So when my turn comes up to stand before the Lord, നാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ട സമയമാകുമ്പോൾ and the videotape of my life is played there on the screen, എൻ്റെ ജീവിതത്തിന്റെ വീഡിയോ ടേപ്പ് ആ സ്ക്രീനിൽ അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, and the Lord says, there's nothing to judge you, you're clear, 100% clear. കർത്താവ് പറയുന്നു, നിന്നെ വിധിക്കുവാനായിട്ട് ഒന്നുമില്ല, നീ 100% ക്ലിയർ ആണ്. Do you want that in that final day, my brother, sister? എൻ്റെ സഹോദരി, നിങ്ങൾക്ക് ആ അവസാന ദിവസം ഇങ്ങനെ നിങ്ങൾക്ക് വേണമോ? I want it with all my heart. എൻ്റെ മുഴുവൻ ഹൃദയത്തോടും എനിക്കത് ആവശ്യമാണ്. Not because I want some reward in heaven. എനിക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലം ലഭിക്കേണ്ടതിനൊന്നുമല്ല. I don't believe I'm going to go around with a crown on my head in heaven. ഞാൻ ഒരു കിരീടവുമായിട്ട് സ്വർഗത്തിൽ കൂടി നടക്കുന്നതായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. Whatever crown the Lord gives us, we cast it at his feet. We will not put any of them on our head. കർത്താവ് നമുക്ക് തരുന്ന കിരീടമൊക്കെ കർത്താവിന്റെ മുമ്പിൽ പാദപീഠത്തിൽ നാം വെക്കും. ഒരു കിരീടവും തലയിൽ വെച്ചുകൊണ്ട് നാം നടക്കുകയില്ല. I'll tell you honestly, I'm not looking for any reward in heaven. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ ഒരു സ്വർഗത്തിൽ ഒരു പ്രതിഫലത്തിനായിട്ട് കാത്തിരിക്കുന്നില്ല. My reward is to be with Jesus Christ all the time. എൻ്റെ പ്രതിഫലം യേശുക്രിസ്തുവുമായിട്ട് എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ്. I don't want anything else. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. But when I meet him, I want him to be able to look at the record of my life and be happy with my life. എന്നാൽ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ആ റെക്കോർഡ് കണ്ടിട്ട് എന്നെക്കുറിച്ച് സന്തോഷമുള്ളവർ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. He must say, well done, good and faithful servant. I want to hear those words. കർത്താവ് പറയണം, നല്ലത് എൻ്റെ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്നുള്ള വാക്ക് ഞാൻ കേൾക്കണം. I have a great passion in my life to hear those words. ആ വാക്കുകൾ കേൾക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വാഞ്ചയുണ്ട്. And I'm willing to pay any price on this earth to hear those words in the final day. ആ വാക്കുകൾ അവസാന നാളിൽ കേൾക്കുവാൻ വേണ്ടി എന്ത് വിലയും ഈ ലോകത്തിൽ നൽകുവാൻ ഞാൻ തയ്യാറാണ്. That is how I'm ready for the second coming of Christ. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുന്നത്. And that is why this verse in 1 Corinthians 11:31 is so valuable for me. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ 11:31 വാക്യം എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതായിരിക്കുന്നത്. That if we judge ourselves, we will not be judged. ഞാൻ നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
That is for so many years. That is what I've been preaching everywhere. Judge yourself, judge yourself, judge yourself. പല വർഷങ്ങളായിട്ട് ഈ കാര്യമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ വിധിക്കുക, നിങ്ങളെ തന്നെ വിധിക്കുക, നിങ്ങളെ തന്നെ And വിധിക്കുക. stop judging other people. മറ്റുള്ളവരെ വിധിക്കുന്നത് നിർത്തുക. We must discern other people, whether they are spiritual or not. നാം മറ്റുള്ളവരെ വിവേചിക്കേണ്ടതുണ്ട്, അവർ ആത്മീയരാണോ അല്ലയോ എന്നുള്ള കാര്യം. Yeah, we see Philippians chapter 1. ഫിലിപ്പിയർ 1-ാം അധ്യായം കാണുക. How do we grow in love for one another? നാം തമ്മിൽ സ്നേഹത്തിൽ വളരുന്നത് എങ്ങനെയാണ്? It's not just by doing good to people that we show love. ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ട് അല്ല നാം അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. Yeah, that is one way of showing love, that we do good to them. അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. But it says in Philippians 1 and verse 9. എന്നാൽ ഫിലിപ്പിയർ 1:9 വാക്യത്തിൽ ഇവിടെ പറയുന്നത്, that I pray that your love will grow more and more in discernment. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. Discernment is very important. വിവേചനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. That means when I meet people, I must discern what type of person is this. അതിന്റെ അർത്ഥം ഞാൻ ആളുകളെ കാണുമ്പോൾ അവരെ വിവേചിക്കണം, എങ്ങനെയുള്ള ആളാണ് ഇതെന്ന്. Especially those who are elders. പ്രത്യേകിച്ചും മൂപ്പന്മാരായിരിക്കുന്നവർ. We have a responsibility to discern everybody who wants to be a member of your church. നിങ്ങളുടെ സഭയിൽ അംഗമായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വിവേചിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. And that is going beyond the words that they say. അതിന്റെ അർത്ഥം അവര് സംസാരിക്കുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. They may say, I have accepted Christ and I want to follow him and all that. അവര് പറഞ്ഞേക്കാം, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു, എന്റെ കർത്താവിനെ എന്റെ ജീവിതത്തിൽ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. Here it says your love for him must increase to the place where you discern them. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അവരോടുള്ള നിങ്ങളുടെ സ്നേഹം അവരെ വിവേചിക്കുന്ന തലത്തിലേക്ക് വളരണമെന്നാണ്. If your love is not growing in discerning people, something is wrong with your love. ആളുകളെ വിവേചിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. Every elder must pray that God will give me discernment of all these people who want to join my church. എല്ലാ മൂപ്പനും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ എനിക്ക് എൻ്റെ സഭയിൽ ചേരുന്ന ആളുകളെ കുറിച്ച് വിവേചനം നൽകണമെന്ന്. And how will that discernment come? ആ വിവേചനം എങ്ങനെയാണ് വരുന്നത്? Here it says that as our love increases, the discernment will come. ഇവിടെ പറയുന്നത് നമ്മുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ ആ വിവേചനം വർദ്ധിക്കും. That is when our love for the Lord increases. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ, the more we love the Lord, the more the Lord will give us discernment of all the people whom we meet. നാം കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് നാം കണ്ടുമുട്ടുന്ന ആളുകളെ കുറിച്ചുള്ള വിവേചനം നൽകിക്കൊണ്ടിരിക്കും. If you are not that type of elder, you will have a whole lot of problem causing people in your church. ആ രീതിയിലുള്ള ഒരു മൂപ്പനല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കൊണ്ട് നിങ്ങളുടെ സഭയിൽ നിറയും. Why is it in some of our Kerala churches there are so many problems? എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ചില സഭകളിൽ അധികം പ്രശ്നങ്ങളുള്ളത്? Brothers and sometimes the sisters causing problems. സഹോദരന്മാരും ചില സമയത്ത് സഹോദരിമാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. It's because the elders had zero discernment. അതിന്റെ കാരണം മൂപ്പന്മാർക്ക് വിവേചനം ഒട്ടുമില്ലാത്തതാണ്. Those elders sat there appointed as elders and they lived like Maharajas in the church. ആ മൂപ്പന്മാരായിട്ട് നിയമിക്കപ്പെട്ടപ്പോൾ അവര് മഹാരാജാവിനെ പോലെ അവിടെ സഭയിൽ I believe God will judge such elders severely in the final day. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അങ്ങനെയുള്ള മൂപ്പന്മാരെ കഠിനമായിട്ട് ന്യായം വിധിക്കും അവസാന ദിവസം എന്നാണ്. For allowing his church to be corrupted. തന്റെ സഭയെ പ്രശ്നത്തിൽ ജീർണതയിലേക്ക് തള്ളിവിട്ടതിന്, അതിന് അനുവദിച്ചതിന്. For pleasing men.
ആളുകളെ പ്രസാദിപ്പിച്ചതിന്, and pleasing the sisters, സഹോദരിമാരെ പ്രസാദിപ്പിച്ചതിന്, instead of standing up for the truth. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് പകരമായിട്ട്. There must be no partiality in the mind of an elder. ഒരു മൂപ്പന്റെ മനസ്സിൽ മുഖപക്ഷം ഉണ്ടായിരിക്കരുത്. I have worked with elders for 50 years. ഞാൻ 50 വർഷമായിട്ട് മൂപ്പന്മാരോട് പ്രവർത്തിക്കുന്നു. We have some wonderful elders in all our 100 CFC churches. നമ്മുടെ 100-ൽ പരം CFC സഭകളിൽ വളരെ നല്ല മൂപ്പന്മാർ ഉണ്ട്. And I praise the Lord that God has raised up such people. അങ്ങനെയുള്ള ആളുകളെ കർത്താവ് ഉയർത്തിക്കൊണ്ട് വന്നതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. But I remember in the early days when I was in Bangalore. എന്നാൽ ഞാൻ തുടക്കകാലത്ത് ബാംഗ്ലൂരിലായിരുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. And the new churches that were coming up in Tamil Nadu and Kerala. അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും പുതിയ സഭകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. I discovered that the greatest sin among elders was the sin of partiality. ഞാൻ കണ്ടെത്തിയ കാര്യം, മൂപ്പന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പാപം ഈ പക്ഷപാതം എന്ന പാപമാണ്. Somebody is the good friend of theirs and they become partial towards that person. ആരോ അവരുടെ ഒരു നല്ല സുഹൃത്താണ്, അവരെക്കുറിച്ച് ഈ മൂപ്പൻ പക്ഷപാതം കാണിക്കുന്നു. And then they will not grow in discernment. അങ്ങനെ വരുമ്പോൾ അവര് വിവേചനത്തിൽ വളർന്നു വരികയില്ല. That may be your relative or somebody in your family or somebody you love very much. അത് നിങ്ങളുടെ ഒരു ബന്ധുവോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അധികം സ്നേഹിക്കുന്ന ആരെങ്കിലും ആകാം. It may be your son. അത് നിങ്ങളുടെ മകനായിരിക്കാം. Or your brother, sister, wife, anybody. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ആരെങ്കിലും ആകാം. If you show partiality, you're not fit to be an elder. അവരോട് പക്ഷപാതം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂപ്പനായിരിക്കുവാൻ യോഗ്യനല്ല. Turn to 1 Timothy chapter 5. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിലേക്ക് തിരിയുക. Timothy was Paul's closest co-worker. തിമോത്തിയോസ് പൗലോസിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു. And he had learned so many things from Paul through the 30 years he was with him. 30 വർഷം പൗലോസിനോടൊത്തായിരുന്ന സമയത്ത് പൗലോസിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിച്ചു താൻ. And now towards the end of Paul's life, he's writing to Timothy. ഇപ്പോൾ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ തിമോത്തിയോസിന് എഴുതുകയാണ്. 1 Timothy chapter 5. 1 തിമോത്തിയോസ് 5-ാം അധ്യായം. The last part of verse 22. 22-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. Don't be responsible for the sins of other people. Keep yourself free from sin. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്, നിന്നെ തന്നെ നിർഭയനായി കാത്തുകൊള്ളുക. And to do that, he says in the last part of verse 21, do nothing with partiality. അത് ചെയ്യുന്നതിന് 21-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ. Do keep these principles. See in verse 21, I solemnly charge you in the presence of God, in the presence of Christ Jesus, in the presence of his chosen angels. 21-ാം വാക്യത്തിൽ പറയുന്നത്, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന്. No. Brother, please read what I said. I solemnly charge you in the presence of God and of Christ Jesus and of his chosen angels. Maybe it's ഞാൻ ദൈവത്തെയും ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. See, why is he bringing God the Father and Christ and the chosen angels for this verse? എന്തുകൊണ്ടാണ് പൗലോസ് ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ഒക്കെ ഈ വാക്യത്തിലേക്ക് കൊണ്ടുവരുന്നത്? Every verse in the Bible is written in the presence of God and Christ and the chosen angels. ഈ ബൈബിളിലുള്ള എല്ലാ വാക്യങ്ങളും എഴുതപ്പെട്ടത് ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ശ്രേഷ്ഠ ദൂതന്മാരുടെയും സാന്നിധ്യത്തിൽ എഴുതിയതാണ്.
then why is he particularly referring to that in this verse? പിന്നെ എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അവരെ ഇവിടെ പ്രതിപാദിക്കുന്നത്? And he says, I seriously charge you. Every verse in the Bible is serious. Why does he say here, I seriously charge you? ഞാൻ നിന്നെ പ്രത്യേകമായിട്ട് നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ വാക്യങ്ങളും ഗൗരവമുള്ളതല്ലേ? I've never found another verse like this. ഇതുപോലെയുള്ള മറ്റൊരു വാക്യം ഞാൻ കണ്ടെത്തിയിട്ടില്ല. I solemnly charge you. ഞാൻ നിന്നോട് പ്രത്യേകമായി കൽപ്പിക്കുന്നു. In the presence of God. ദൈവത്തിന്റെയും and in the presence of Christ. ക്രിസ്തുവിന്റെ സന്നിധിയിൽ, ക്രിസ്തുയേശുവിന്റെ സന്നിധിയിൽ. And in the presence of his chosen angels. ശ്രേഷ്ഠ ദൂതന്മാരുടെയും സന്നിധിയിൽ. That means this is something very, very important that Paul is telling Timothy. അതിന്റെ അർത്ഥം പൗലോസ് ഇവിടെ തിമോത്തിയോസിനോട് പറയുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ്. Timothy, you have been with me for 30 years, but I still have to say this to you seriously. തിമോത്തിയോസേ, നീ 30 വർഷമായിട്ട് എന്നോട് കൂടെയുണ്ട്, എന്നാൽ ഇപ്പോഴും ഈ ഒരു കാര്യം ഗൗരവമായിട്ട് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. What is he saying? എന്താണ് പറയുന്നത്? Do nothing with partiality. നീ പക്ഷമായി ഒന്നും ചെയ്യരുത്. All this big introduction to say one thing, don't show partiality to anybody. ഈ വലിയ മുഖവുര എല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നത് നീ പക്ഷപാതം ആയിട്ട് ഒന്നും ചെയ്യരുതെന്നാണ്. I have taken that verse very seriously from the very first day. ഈ വാക്യം ഞാൻ ആദ്യത്തെ ദിവസം മുതൽ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. I worked very closely with some very fine elders in Bangalore. ഞാൻ ബാംഗ്ലൂരിലുള്ള വളരെ നല്ല മൂപ്പന്മാരുമായിട്ട് വളരെ അടുത്ത് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. But the Lord told me, don't show partiality to them. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, അവരോട് പക്ഷപാതം കാണിക്കരുത്. And people don't know this, but if there was something wrong in them, I would tell them privately. ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നു. എന്നാൽ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ അവരോട് സ്വകാര്യമായിട്ട് പറയാറുണ്ട്. I would tell them privately, brother, this is sin. My dear elder brother, this is sin. You should not do this. അവരോട് വ്യക്തിപരമായിട്ട് ഞാൻ പറയാറുണ്ട്. ആളുകൾക്ക് അത് അറിയില്ല, മൂത്ത സഹോദരനോട് ഇത് പാപമാണ്, തെറ്റാണ് എന്ന്. Or my family members, when my own children or anybody, I'd say, you can't do this. അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല. Any elder who's got special friends is unfit to be an elder. പ്രത്യേകമായ സുഹൃത്തുക്കളുള്ള ഒരു മൂപ്പനായിരിക്കാൻ യോഗ്യനല്ല. To an elder, everybody must be the same, whether it's his wife or children or special friend or anybody. ഒരു മൂപ്പനെ സംബന്ധിച്ചും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. അവന്റെ ഭാര്യയോ മക്കളോ പ്രത്യേകമായ സുഹൃത്തോ ആരും. Just like everybody else in the church. സഭയിലുള്ള മറ്റെല്ലാവരെയും പോലെ തന്നെ ആയിരിക്കണം. And that is spoken in the presence of God and Christ and the angels solemnly. അത് ദൈവത്തിന്റെയും ക്രിസ്തുയേശുവിന്റെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. And I have seen so many elders who just do not obey that word. ഈ വാക്യം അനുസരിക്കാത്ത ധാരാളം മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. They have got special friends. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. And they'll be partial towards them in something. അവരോട് ചില കാര്യങ്ങളിലൊക്കെ പക്ഷപാതമായിട്ട് പെരുമാറുന്നു. They will not confront them with sin. പാപത്തിനെതിരെ അവരോട് സംസാരിക്കുകയില്ല. Or somebody in their own family, they will not confront that family member with sin. അവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാളായിരിക്കാം, അവരോടും പാപത്തിനെതിരെ അവരോട് പറയുകയില്ല. Many years ago, the Lord showed me one of the marks of the presence of Christ being in a church. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ക്രിസ്തു സഭയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അടയാളം എന്നെ കാണിച്ചു തന്നു. I'll give you one or two examples. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1 Corinthians in chapter 14.
1 കൊരിന്ത്യർ 4-ാം അധ്യായം 14-ാം അധ്യായം. that the word of God must be spoken in such a way in the church സഭയിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത്. when a person prophesies in the church. ഒരു വ്യക്തി സഭയിൽ പ്രവചിക്കുമ്പോൾ What will be the result? എന്തായിരിക്കണം അതിന്റെ ഫലമായിട്ട് വരുന്നത്? Verse 24, some unbeliever or ungifted man comes. 24-ാം വാക്യത്തിൽ ഒരു അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ, That means a believer also who doesn't have the gift. അത് വരമില്ലാത്ത ഒരു വിശ്വാസിയും ആണെങ്കിലും And when he hears the word of prophecy, അവൻ പ്രവചനത്തിന്റെ ആ വാക്ക് കേൾക്കുമ്പോൾ, verse 25, the secrets of his heart are exposed. 25-ാം വാക്യത്തിൽ അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരുന്നു. And he falls on his face and says, God is here. അങ്ങനെ അവൻ കവിണ്ണു വീണ്, ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. He may not externally fall, but inwardly in his heart he falls before God. അവൻ ഒരുപക്ഷെ പുറമെ കവിണ്ണു വീണുകയില്ലായിരിക്കും, എന്നാൽ ഉള്ളിൽ അവന്റെ ഹൃദയത്തിൽ അവൻ കവിണ്ണു വീഴും. He will say, God is here in this meeting. അവൻ പറയുന്നു, ദൈവം ഈ മീറ്റിംഗിൽ ഇവിടെ ഉണ്ട്. That is the mark of a spiritual meeting. അതാണ് ഒരു ആത്മീയ മീറ്റിംഗിന്റെ അടയാളം. Not people coming and saying, oh, that was a wonderful sermon, we learned something today. ആളുകൾ വന്ന്, ഓ അത് വളരെ നല്ല ഒരു സന്ദേശമായിരുന്നു, ഞങ്ങൾ നല്ല ഒരു കാര്യം പഠിച്ചു എന്നൊക്കെ പറയുന്നതല്ല. All that is good. അതൊക്കെ നല്ലതാണ്. But if they can't say that God was here and spoke to me, that is not a good meeting. എന്നാൽ ദൈവം ഇവിടെ ഉണ്ട്, എന്നോട് സംസാരിച്ചു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരു നല്ല മീറ്റിംഗ് അല്ല. So many preachers are interested in presenting a very polished, nice sermon that sounds so nice. കൂടുതൽ പ്രസംഗകരും വളരെ നല്ല ഒരു സന്ദേശം തയ്യാറാക്കി അത് പ്രസംഗിക്കുവാനായിട്ടാണ് താല്പര്യമുള്ളവർ. They don't want to speak in a way that will convict people. ആളുകൾക്ക് ബോധ്യങ്ങൾ നൽകുന്ന രീതിയിൽ സംസാരിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. Because they want to maintain their reputation for being a gentle, kind brother. കാരണം അവർക്ക് വളരെ മൃദുവായിട്ടുള്ള കരുണയുള്ള ഒരു സഹോദരൻ എന്ന ആ പേര് കാത്തു സൂക്ഷിക്കണം. Such people are unfit to be servants of God and unfit to be elders. അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിന്റെ ഭൃത്യന്മാരായിരിക്കാനായിട്ട് യോഗ്യരല്ല, മൂപ്പന്മാരായിരിക്കാൻ യോഗ്യരല്ല. When people hear us speak, they must say, God has spoken to me. ആളുകൾ നാം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ പറയണം, ദൈവം എന്നോട് സംസാരിച്ചു എന്ന്. We need more and more preachers like that in all of our churches. നമ്മുടെ എല്ലാ സഭകളിലും കൂടുതൽ അങ്ങനെയുള്ള പ്രസംഗകരെ ആവശ്യമാണ്. And the second thing the Lord showed me is this. കർത്താവിനെ കാണിച്ചു തന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. In Luke chapter 2, what Simeon said when he saw the baby Jesus. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ശിശുവായ യേശുവിനെ കണ്ടപ്പോൾ ശിമയോൻ പറഞ്ഞ കാര്യം. You know, Mary brought the baby Jesus to be dedicated in the temple. മറിയ ശിശുവായ യേശുവിനെ ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് കൊണ്ടുവന്നു. And Simeon saw and said something in Luke chapter 2, verse 34 and 35. ശിമയോൻ യേശുവിനെ കണ്ടിട്ട് ചില കാര്യം പറഞ്ഞു. ലൂക്കോസ് 2-ന്റെ 33 34 34 and 35. 34 35 വാക്യങ്ങളിൽ. And notice this. When he comes into the midst of Israel, or we can say in the midst of the church. എന്താണ് അവൻ ഇസ്രായേലിന്റെ നടുവിൽ വരുമ്പോൾ, അത് സഭയുടെ നടുവിൽ എന്ന് നമുക്ക് പറയാം. The last part of verse 35, the thoughts inside many hearts will be exposed. അതിന്റെ അവസാന ഭാഗത്തെ നമുക്ക് പറയാം, ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെട്ടു വരും. So I've seen this, that if the Lord is really present in a meeting, the hidden thoughts of many people in that church will get exposed to them. ഞാനിത് കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവ് യഥാർത്ഥത്തിൽ ഒരു മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ആളുകളുടെ മറഞ്ഞിരിക്കുന്ന ചിന്തകൾ അത് വെളിപ്പെട്ടു വരും.
not exposed to other people to humiliate them. No. അവരെ അവരെ ലജ്ജിപ്പിക്കേണ്ടതിന് മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് വരുന്നതല്ല. But he himself will discover something that he never knew was in his heart, a wrong attitude, a wrong thought. അത് അവർ തന്നെ അവരുടെ ഹൃദയത്തിൽ കണ്ടെത്തും അവർക്ക് ഒരു തെറ്റായ മനോഭാവമോ തെറ്റായ ചിന്തയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. That is the mark of Jesus Christ being in a meeting. അതാണ് യേശുക്രിസ്തു ഒരു മീറ്റിംഗിൽ ഉണ്ടെന്നുള്ളതിന്റെ അടയാളം. We can just claim that verse, Lord, you said where 2 or 3 are gathered together, there you are in the midst, so you are here. നമുക്കിങ്ങനെ അവകാശപ്പെടാനൊക്കെ കഴിയും, കർത്താവേ 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഉണ്ടെങ്കിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ അങ്ങുണ്ട് എന്ന്, അതുകൊണ്ട് അങ്ങ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാം. That is just quoting a verse. അത് ഒരു വാക്യം ഉദ്ധരിക്കുന്നത് മാത്രമാണ്. But if the Holy Spirit is operating in the meeting, എന്നാൽ പരിശുദ്ധാത്മാവ് ആ മീറ്റിംഗിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ the presence of Christ will not be manifested by quoting a verse. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു വാക്യം ഉദ്ധരിക്കുന്നതിലൂടെ അല്ല ഉണ്ടാകുന്നത്. But the word of God will be so powerful that people's thoughts will get exposed to themselves and they'll say the Lord is here. ദൈവവചനം ഇത്ര ശക്തമായി തീരുകയും ആളുകളുടെ ചിന്ത, ആളുകളുടെ മറഞ്ഞിരിക്കുന്ന ചിന്തകളെ പുറത്തു കൊണ്ടുവരികയും അവര് പറയും കർത്താവ് ഇവിടെ ഉണ്ട് എന്ന്. And if that happens in meeting after meeting after meeting, we will prepare our churches for the coming of Christ. ആ കാര്യം ഓരോ മീറ്റിംഗിലും മീറ്റിംഗ് കഴിയുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാം ആളുകളെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നു. So I want to encourage all of you elders and those who preach the word to wait on the Lord and seek for the baptism in the Holy Spirit. ഞാൻ എല്ലാ മൂപ്പന്മാരെയും ദൈവവചനം പ്രസംഗിക്കുന്നവരെയും ഉത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ കർത്താവിൽ മുമ്പിൽ കാത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുക. All elders and preachers sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ മൂപ്പന്മാരും പ്രസംഗകരും, let me ask you, have you been baptized in the Holy Spirit and fire? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനപ്പെട്ടിട്ടുണ്ടോ? Are you living in that anointing of the Spirit all the time? ആ ആത്മാവിന്റെ അഭിഷേകത്തിലാണോ ഓരോ സമയത്തും നിങ്ങൾ ജീവിക്കുന്നത്? Is the Holy Spirit convicting you of small sins in thought or attitude? പരിശുദ്ധാത്മാവ് ചെറിയ ചെറിയ പാപങ്ങളെയും ചിന്തകളെയും മനോഭാവങ്ങളെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? Then the Holy Spirit will have freedom to operate through you. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. That is the reason why God has raised up some CFC churches in Kerala. ആ കാരണം കൊണ്ടാണ് ദൈവം CFC സഭകൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. We don't claim to be better than any other church. നാം മറ്റ് ഒരു സഭയേക്കാൾ മെച്ചമാണെന്ന് നാം അവകാശപ്പെടുന്നില്ല. But we say our preachers are not interested in money. എന്നാൽ നാം പറയുന്നു നമ്മുടെ പ്രസംഗകർ അവർ പണത്തിൽ താല്പര്യമുള്ളവരല്ല എന്ന്. All our preachers and leaders in our church, they do not want money from anybody. നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രസംഗകരും നേതാക്കന്മാരും അവര് മറ്റുള്ളവരുടെ പണത്തിൽ അവർക്ക് താല്പര്യമില്ല. In that way we are different from every other church in Kerala. ആ കാര്യത്തിൽ കേരളത്തിലുള്ള മറ്റെല്ലാ സഭകളിൽ നിന്നും നാം വ്യത്യസ്തരാണ്. And Paul said, I boast about it, he said. പൗലോസ് പറയുന്നു, ഞാൻ ആ കാര്യത്തിൽ ഞാൻ പ്രശംസിച്ച് പറയുന്നുവെന്ന്. That I do not take any money from anybody. ഞാൻ മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങുന്നില്ല എന്നുള്ള കാര്യത്തിൽ. That Jesus also was like that. യേശുവും അങ്ങനെ തന്നെ ആയിരുന്നു. People gave him gifts voluntarily, he took it. യേശുവിന് ആളുകൾ സ്വമേധയാ നൽകുകയാണെങ്കിൽ യേശു അത് സ്വീകരിച്ചിരുന്നു. They did not get any salary. എന്നാൽ അവർക്ക് ഒരു ശമ്പളം ലഭിച്ചിരുന്നില്ല. No, they served the Lord. Whether they got money or not got money, they would serve the Lord. എന്നാൽ അവർക്ക് പണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് കാര്യമായിരുന്നില്ല, അവര് കർത്താവിനെ സേവിച്ചിരുന്നു. And Paul supported himself and served the Lord. പൗലോസ് തന്നെത്താൻ അധ്വാനിച്ചുകൊണ്ടാണ് കർത്താവിനെ സേവിച്ചത്. And so they could speak freely and rich people would get offended and leave the church. അതുകൊണ്ട് അവർക്ക് വളരെ സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. ധനാഢ്യരായ ആളുകൾ അവർ മുറിപ്പെട്ട് സഭയിൽ നിന്ന് പോകുമായിരുന്നു. As we approach the end of time and Christ's coming is near, നാം കാലത്തിന്റെ അവസാനത്തേക്ക് വരികയും ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുകയും ചെയ്യുന്ന സമയത്ത്
We need a mighty presence of the Lord Jesus in all of our meetings. നമുക്ക് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എല്ലാ മീറ്റിങ്ങുകളിലും ആവശ്യമാണ്. Now, 95% of you don't preach. നിങ്ങൾ 95% ആളുകളും പ്രസംഗിക്കുന്നവരല്ല. You have a responsibility to pray for those who preach, that God's word will mightily come through them. നിങ്ങൾക്ക് പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിന്റെ വചനം ശക്തിയോടെ അവരിലൂടെ വരേണ്ടതിന്. And that the presence of the Lord will be manifest in every meeting. അതുപോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മീറ്റിങ്ങുകളിലും വെളിപ്പെടേണ്ടതിന്. I'm absolutely convinced that the reason I have liberty is because many people pray for me. ഞാൻ ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യം ഉള്ളത് പല ആളുകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. Many people are praying for me around the world. ഈ ലോകം മുഴുവൻ ധാരാളം ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. My dear brothers and sisters, pray for the elders in your church. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. You wives, pray for your husbands. നിങ്ങൾ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. That they will be strict fathers to the children. അവര് മക്കൾക്ക് വളരെ കർശനമായിട്ടുള്ള ഒരു പിതാവായിരിക്കേണ്ടതിന്. And loving fathers. അതേപോലെ തന്നെ സ്നേഹിക്കുന്ന പിതാക്കന്മാരായിരിക്കണം. So that our children can grow up in the fear of God. അങ്ങനെ നമ്മുടെ മക്കൾ ദൈവഭയത്തിൽ വളർന്നു വരേണ്ടതിന്. We really want to prepare every one of our churches for the coming of the Lord. നാം യഥാർത്ഥമായിട്ടും നമ്മുടെ സഭയിലുള്ള ഓരോരുത്തരെയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണം. Please bow your heads with me in prayer. എന്നോടുകൂടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, we pray that whatever was from you in this message will remain in everybody's heart forever. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയിൽ നിന്നുള്ള ഈ സന്ദേശത്തിൽ അങ്ങയിൽ നിന്നുള്ളതെല്ലാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്നേക്കും വസിക്കണം എന്ന്. And it will produce fruit that will prepare them for your coming, Lord. അത് അങ്ങയുടെ വരവിന് വേണ്ടി അവരെ തയ്യാറാക്കുന്നതിനുള്ള ഫലം ഉളവാക്കണമെന്നും. Pour out your spirit upon our churches, we pray. നമ്മുടെ സഭകൾ അങ്ങയുടെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.